ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ട്രേഡ് ചെയ്ത പ്ലാൻ തലേ ദിവസം ഞാൻ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്തിരുന്നത്, അത് ഇന്നേക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ ട്രേഡുകൾ എങ്ങനെയായിരുന്നിരിക്കാം നമ്മൾക്ക് എടുക്കാൻ കഴിയുക എന്നത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസവും ഞാൻ പ്ലാന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ പോസിറ്റീവായി ട്രേഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. ഇത്തരത്തിൽ ഒന്ന് ട്രേഡ് പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ പിറ്റേ ദിവസം മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിന് ലഭിക്കേണ്ട ഉടനെ കിട്ടുന്ന സപ്പോർട്ട് ഏത്, റെസിസ്റ്റൻസ് ഏത്, അതിപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഇൻഡിക്കേഷനിലേക്കാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. വാർത്ത എന്ത് തന്നെയായിരുന്നാലും അത് നമുക്ക് ഇവിടെ പ്രൈസ് മൂവ്മെൻറ്റിൽ അത് ക്യാൻഡിൽ ഓരോ മിനിറ്റിലും ഓരോ 3 മിനിറ്റിലും 5 മിനിറ്റിലും മൂവ് ചെയ്യുന്നതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ടിൽ നിന്നും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണിക്കുകയാണെങ്കിൽ അതിന് ഉടനടി കിട്ടിയേക്കാവുന്ന ഏറ്റവും അടുത്ത റെസിസ്റ്റൻസ് ഏത്, മെയിനായി വരുന്ന റെസിസ്റ്റൻസ് ഏത് എന്നിങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ എനിക്ക് ഒരു കോൾ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതേസമയം അത് ഡൗൺവേർഡ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ ഞാനൊരു പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ എവിടെയാണ് കൃത്യമായ സ്റ്റോപ്പ് ലോസ് നൽകേണ്ടത് എന്ന് ഉള്ള ഒരു വ്യക്തമായ ധാരണ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മളുടെ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഇൻഡെക്സ് ഏതാണോ ഓപ്പൺ ചെയ്ത് അത് മൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൽ അപ്പോൾ കാണിക്കുന്ന പ്രൈസ് മൂവ്മെൻറ്റിൽ നിന്നും റെസിസ്റ്റൻസ് എവിടെ എന്ന് നോക്കിയിട്ട് അതിന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ പുട്ട് ഓപ്ഷനാണ് വാങ്ങുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ ഡയറക്ഷൻ ടാർഗറ്റ് എവിടെ വരെ ലഭിക്കും എന്ന് പറയണമെങ്കിൽ കൃത്യമായും നിഫ്റ്റി എവിടെയാണ് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കിട്ടുക അല്ലെങ്കിൽ മെയിനായ സപ്പോർട്ട് എവിടെ എന്നുള്ളിടത്തേക്ക് നമുക്ക് ട്രേഡ് ചെയ്തു പോകാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഡെയിലി എനിക്ക് പിറ്റേ ദിവസത്തിന് വേണ്ടിയ ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കി പോന്നിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ ട്രേഡിംഗ് പ്ലാൻ മുൻപേ തയ്യാറാക്കി വെച്ച് പിറ്റേ ദിവസം മാർക്കറ്റ് 9 മണിക്ക് തന്നെ നമ്മുടെ ടെർമിനൽ ഓണാക്കി 9:15 9:07 ആകുമ്പോഴത്തേനും നമ്മളുടെ പ്രീ മാർക്കറ്റ് ടൈം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം, എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളതെന്നനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ പ്രൈസ് ഓടി തുടങ്ങുമ്പോൾ 9:15 ആദ്യത്തെ ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്ത് 9:16 1 മിനിറ്റ് വന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ അനലൈസേഷൻ പവർ ഉപയോഗിച്ച് നമ്മൾക്ക് ഏത് ട്രേഡ് എടുക്കണം, ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്, അപ്വേർഡ് പോവുകയാണെങ്കിൽ കോള്, ഡൗൺവേർഡ് പോവുകയാണെങ്കിൽ പുട്ട് എന്നിങ്ങനെ ഏത് ചൂസ് ചെയ്യണമെന്ന് തന്നെ വ്യക്തമായ ഒരു ധാരണ കിട്ടും. അങ്ങനെയെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾക്ക് കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റും പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളും നമ്മൾക്ക് മുൻപിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ ഏരിയയിലോട്ട് എത്തുമ്പോൾ തന്നെ കൃത്യമായും ആ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ശല്യം പിടിക്കാറില്ല. പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് പ്രധാന വിഷയം. ട്രേഡ് ചെയ്യുന്നത് അതിനാണല്ലോ, സ്ട്രാറ്റജി പ്രൂവ് ചെയ്യാനൊന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ടാർഗറ്റുകൾ കവർ ചെയ്യാം. അതിൻ്റെ വോളിയം അനുസരിച്ച്, സ്പീഡ് അനുസരിച്ച് ചിലപ്പോൾ ട്രേഡ് ചെയ്യാം, അതല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് വീണ്ടും എൻ്റർ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ട്രേഡ് ചെയ്യുക. എന്തായിരുന്നാലും ഇന്ന് നമുക്ക് ലഭിച്ച ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു, അതിനെ എങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്തത് എന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ദയവായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് പ്രധാന ആദ്യത്തെ ലഭിക്കേണ്ട റെസിസ്റ്റൻസ് സോൺ 22,067 എന്ന ലെവലായിരുന്നു. അതുപോലെ തന്നെ സപ്പോർട്ട് 21,946 എന്ന ലെവലാണ്. ഈ ഏരിയയിൽ ഇവിടെയാണല്ലോ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ പ്രധാനമായും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്നും പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു ഡൗൺ മൂവ്മെന്റിൽ വീണ്ടും ചെറിയ ടൈമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നെങ്കിൽ കോൾ വാങ്ങാം. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. ഇവിടെ നോക്കൂ, കൃത്യം എങ്ങനെയൊക്കെയാണ് ഇത് പെരുമാറിയിട്ടെന്ന്.
1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് എന്നിങ്ങനെയാണ്. ഞാൻ 1 മിനിറ്റിലിട്ട് പരിശോധിക്കുമ്പോൾ വളരെ രാവിലെ തന്നെ ആദ്യമേ തന്നെ എനിക്ക് ഈ ഏരിയയിൽ ഒരു എൻട്രി കിട്ടി. ഞാൻ ഇത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി. അഥവാ ഇതൊന്ന് ബ്രേക്ക് ചെയ്താൽ പോലും ഈ ലെവൽ വരെ ഞാൻ ഹോൾഡ് ചെയ്തേക്കാം. അത് അന്നേരത്തെ വോൾട്ടാലിറ്റി അനുസരിച്ചായിരിക്കും എൻ്റെ തീരുമാനം. പക്ഷേ നമ്മൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് തന്നെ കൊടുത്തുകൊണ്ട് വളരെ ചെറിയ ഒരു ലെവലിൽ ഇവിടെ ഒരു എൻട്രി എടുത്തു. എനിക്ക് സാധ്യമാകുന്ന ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഞാൻ ക്വാണ്ടിറ്റി പരമാവധി എടുക്കും. സ്റ്റോപ്പ് ലോസിന് അല്പം ദൂരം കൂടുതലോ ഒരു കൺഫ്യൂഷനോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ വളരെ കുറച്ച് എടുക്കും. അതാണ് ഈ പൊസിഷൻ സൈസിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു. ഇത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി. അതുവരെ ലഭിച്ച ഉയരമാണ് എനിക്ക് ആദ്യമായി ലഭിക്കേണ്ടുന്ന ടാർഗറ്റ്. ആ ടാർഗറ്റിന് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ എന്നാണ്. അപ്പോൾ ഇത് ഞാനിവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. എന്നാൽ ഇതിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് പുറകോട്ട് ഇറങ്ങി വരുന്നില്ല ഈ ലെവലിൽ നിന്നും. അതുകൊണ്ട് ഇതിന് മുകളിലോട്ട് കിടക്കുമ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു. ഈ ഏരിയ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് കൃത്യമായും ടാർഗറ്റ് കവർ ചെയ്തു. പിന്നെ എന്ത് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് വാച്ച് ചെയ്തു. വളരെ കൂളായി ഒരു ഫസ്റ്റ് അവർ ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ സാമാന്യം നല്ല ഒരു ടാർഗറ്റ് കവർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഞാൻ അത് ഇന്ന് വേറിട്ടൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. എൻ്റെ റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്ത് അതിൻ്റെ ഒരു ലാർജ്നെസ്സോ അല്ലെങ്കിൽ ചെറുതോ അങ്ങനത്തെ ഒന്നും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതൊരു മോക്ക് ട്രേഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നും അത് എത്ര ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റും നമുക്ക് വ്യക്തമായ ഒരു പ്രീ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നുള്ളതിനെക്കുറിച്ചും ഞാനൊരു മോക്ക് ട്രേഡ് എടുത്തിട്ടുണ്ട്. സാധ്യമാവുകയാണെങ്കിൽ അത് ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഈ പ്രൈസ് മൂവ് ചെയ്തു. വീണ്ടും ഒരു ബൈ ഓപ്ഷൻ തന്നിരുന്നു. അത് കൃത്യമായും ഈ ലെവലിൽ നിന്നാണ് ഈ റേഞ്ചിന് മുകളിൽ ടെസ്റ്റ് ചെയ്തിട്ട് മടങ്ങി വന്ന് ഈ ഏരിയയിൽ തരുമ്പോൾ ഇവിടുന്ന് വീണ്ടും ബൈ തന്നിരുന്നു. ഈ ടാർഗറ്റ് എത്തി. എന്നാൽ ഇവിടെ പ്രൈസ് ഇതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുന്നില്ല എന്ന് കണ്ട് ഇവിടെ തന്നെ പൊസിഷൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. ഈ ലെവൽ വേണമെങ്കിൽ കൃത്യമായും ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റിവേഴ്സൽ കിട്ടിയപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. ബട്ട് ഞാൻ ഇത് ചെയ്തിരുന്നില്ല. എന്നാൽ ഇവിടെ ഇതിങ്ങനെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് തന്നാൽ ഒരു വീണ്ടും ഇറങ്ങി വന്ന് ഈ ലെവലിൽ വരുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് സോൺ ആകുമെന്ന് എനിക്ക് വ്യക്തമായി കാലങ്ങൾ കൊണ്ട് സ്ഥിരമായി കാണുന്ന പോയിന്റുകളാണ് ഇതെല്ലാം. ഇവിടെ നിന്നും കൃത്യമായ ഒരു ഓപ്ഷൻ ബൈ വീണ്ടും ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഹോൾഡ് ചെയ്തു. സെക്കൻഡ് വെച്ച് ഇതും സാമാന്യം നല്ല സപ്പോസ് ഒരു 1000 ക്വാണ്ടിറ്റി ആയിരുന്നു ഇവിടുന്ന് വാങ്ങിയതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 17,000-18,000 റുപ്പീസ് വളരെ ക്ലീൻ ആയി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അത് കൃത്യമായും ATM എങ്കിലും ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ എന്നുള്ളതാണ്. അങ്ങനെ അതും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ. ഇന്ന് എങ്ങനെയാണ് ട്രേഡ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇത് രാവിലെ തന്നെയാണ് മറ്റെല്ലാ ഇൻഡെക്സുകളും ബിഹേവ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ വാച്ച് ചെയ്തതാണ്. പക്ഷെ ഞാൻ നിഫ്റ്റിയിലാണ് അധികവും ട്രേഡ് എടുക്കാറ്. അതുകൊണ്ട് നാളെ അടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്ക് എന്തായിരിക്കാം നിഫ്റ്റിയിൽ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് വിശദീകരിക്കാം. ഓക്കെ, 22,204 എന്ന ലെവലാണ് ഞാൻ പ്രധാന റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആദ്യം ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 22,091 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കേണ്ടുന്ന സപ്പോർട്ട്, പ്രധാന സപ്പോർട്ട്. കാരണം പ്രൈസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുകളിൽ ഇവിടെ ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഇതിനു മുകളിൽ 22,204 എന്ന പ്രധാന അല്ലെങ്കിൽ ആദ്യത്തെ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന ഇടത്താണ് അപ്വേർഡ് ഡയറക്ഷനിൽ പോയേക്കാം എന്ന് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ ഈ ലെവലാണ് ഈ 22,091 എന്ന ലെവലിന് താഴെ, അതാണ് ആദ്യമായി കിട്ടാവുന്ന സപ്പോർട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുകയാണെങ്കിൽ ട്രെൻഡ് ഡൗൺവേർഡ് ആണ് എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ തൊട്ട് താഴോട്ടുള്ള
ടാർഗറ്റ് സോണുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്വേർഡ് മൂവ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണാമെന്ന് കരുതുന്നു. ഇന്നലെ ആരൊക്കെയോ വ്യക്തമാകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വ്യക്തമാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയത് 22,204 തുടർന്ന് 22,255, 305, 346, 377, 427 എന്നിങ്ങനെയാണ് ഞാൻ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സെല്ലിംഗ് ഡയറക്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ താഴോട്ട് ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 22,091, 22,009 എന്ന ലെവല്. അതിന് താഴെ 21,946. അത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടാണ്. അത് ഇന്നലത്തെ ലോയാണ്. അതിനുശേഷം വീണ്ടും ലെവലുകൾ താഴോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയും കാണാമെന്ന് കരുതുന്നു. ഓക്കെ, ഇതാണ് നിഫ്റ്റി. അപ്പോൾ തുടർന്ന് ബാങ്ക് നിഫ്റ്റി എന്താണ് നമുക്ക് തന്ന ഓപ്പർച്യൂണിറ്റികൾ, അല്ലെങ്കിൽ നാളത്തേക്ക്. ഞാൻ നിഫ്റ്റിയുടെ മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ. ബാക്കിയുള്ള രണ്ട് ഇൻഡെക്സുകളുടെയും ലെവലുകൾ, പുതിയ ലെവലുകൾ, നാളത്തേക്കുള്ള ട്രേഡിംഗ് ലെവലുകൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് പ്രധാനമായും ലഭിച്ചേക്കുന്ന, അതല്ലെങ്കിൽ ആദ്യമേ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോൺ 46,995 എന്ന് പറഞ്ഞാൽ 47,000 തന്നെ. അതാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് സോൺ 46,669 എന്ന ലെവൽ. 1 പോയിന്റ് 2 പോയിന്റ് ഒക്കെ ചിലപ്പോൾ ഈ ഞാൻ ഉപയോഗിക്കുന്നത് സീറോതയാണ്. അത് ചില സമയങ്ങളിൽ എക്സാക്റ്റ് പോയിന്റിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു 2 പോയിന്റ് 5 പോയിന്റ് ഒക്കെ എപ്പോഴും നിങ്ങളൊരു ബഫർ ഇട്ട് കണക്കാക്കിക്കൊള്ളണം. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങാവുന്നതാണ്. ഡേയ്സിലോ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് സോൺ എവിടെയാണോ നമ്മൾ ഒരു ആക്ഷൻ എടുക്കുന്നത് രാവിലെ ഫസ്റ്റിലെ, അപ്പോൾ കോളാണ് ബൈ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ട് സോൺ ആണ് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ വാങ്ങുക. ഡേയ്സിലോ ഓർ ഈ ലെവൽ നിങ്ങളുടെ സൗകര്യം പോലെ സ്റ്റോപ്പ് ലോസ് കണക്കാക്കുക. അപ്വേർഡ് മൂവ് ചെയ്യുന്നു. ഈ ലെവലിന് മുകളിൽ 46,995, 47,000 മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈൻ. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ബ്രേക്ക് ചെയ്യാതെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റിൽ ഒരു അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നുവെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങുക. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഡിക്ലൈൻ വരാം. അപ്പോഴെല്ലാം കോൾ ഓപ്ഷൻ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണാമെന്ന് കരുതുന്നു. 47,198, 47,233, 47,349, 47,486, 47,694 എന്നീ ലെവലുകളാണ് എൻ്റെ ഒരു ടാർഗറ്റ് ലെവലുകളായി ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് സൗകര്യത്തിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്. നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വാട്സപ്പ് ചാനലിൽ എല്ലാ ദിവസവും തന്നെ എൻ്റെ ലെവലുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സമയവും ഞാൻ കണ്ടെത്താറുണ്ട്. താല്പര്യമുള്ളവർ ചാനലിൽ ജോയിൻ ചെയ്യുക. അടുത്തതായി സെൻസെക്സ് എന്താണ് ലെവലുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. സെൻസെക്സ് ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 73,368 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന പ്രധാന റെസിസ്റ്റന്റ് സോണായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ 72,867 ആദ്യമായി ലഭിക്കേണ്ട പ്രധാന സപ്പോർട്ട് സോണായി കണക്കാക്കുന്നത്. ഇന്നും കൃത്യമായും സെൻസെക്സും നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ട്രേഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, പ്രൈസ് ആക്ഷൻ പ്രകാരം ഏത് ഡയറക്ഷൻ നൽകുന്നോ ആ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എല്ലാം വലിയ ഒരു റേഞ്ച് മൂവ് ചെയ്യുന്ന, ഒറ്റ ദിവസം തന്നെ 900, 1000, 1200 പോയിന്റ് ഒക്കെ വളരെ കൂളായി മൂവ് ചെയ്യുന്ന ഇൻഡെക്സുകളായതുകൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് എന്നുള്ളതിന് പകരം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ പ്രകാരം പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു നൽകുന്ന ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക, ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന
ഡയറക്ഷൻ, പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്ന ഡയറക്ഷൻ ഒരു കോൾ ഓപ്ഷൻ ആണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. എന്നാൽ ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് ട്രെൻഡ് വീണ്ടും അപ്വേർഡ് സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്യാൻ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. എന്നാൽ ഒരു കോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാർഗറ്റ് കവർ ചെയ്യാൻ എളുപ്പത്തിൽ ഈ ഏരിയകൾ എല്ലാം കവർ ചെയ്യുന്നു. അവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അല്ലെങ്കിൽ 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ എന്ത് നൽകുന്നു എന്നുള്ളതിനെ നോക്കി ഈസി അത് 1 മിനിറ്റ് തന്നെ പരിശോധിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ടാർഗറ്റ് കവർ ചെയ്യുകയോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ വീണ്ടും ലഭിച്ചേക്കാവുന്ന കരുതുന്ന ടാർഗറ്റുകളാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 73,368, 73,590, 73,844, 74,051 എന്ന ലെവലുകൾ വരെയാണ് ഞാൻ മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണ് എങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ സ്ട്രിക്റ്റ് ആയി ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ഇന്ന് കൺവിൻസ് ആക്കുന്നത്. ഈ ലെവലിന് താഴെ 72,867 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് തോന്നിയാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. ആ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് തന്നെ ആണ് അന്നത്തെ ദിവസം ട്രേഡിംഗ് അല്ലെങ്കിൽ പ്രൈസ് മൂവ് ചെയ്യുക എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. കാണാമെന്ന് കരുതുന്നു. 72,785, 72,670, 598, 470, 72,367 അത് ഒരു പ്രധാന സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 72,227 അത് വീണ്ടും നല്ലൊരു സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കാം. ഇതാണ് ഞാൻ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചാനൽ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് സന്ദർശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും നാളെ മറ്റൊരു ട്രേഡിംഗ് പ്ലാനുമായി കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക് യു.